സൗണ്ട് തോമയാകട്ടെ, വസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനുമാകട്ടെ, ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം സഹതാപം അറിയിക്കുന്ന അല്ലെങ്കിൽ സഹതാപം ഏറ്റുവാങ്ങുന്ന വസ്തുക്കളായും കോമാളികളായുമാണ് ഡിസബിലിറ്റി ഉള്ളവരെ നാം ചിത്രീകരിക്കുന്നത്. നമ്മുടെ സാരോപദേശങ്ങളിൽ പോലും, നമ്മുടെ സംസാരങ്ങളിൽ പോലും ഡിസബിലിറ്റി ഉള്ളവർ കാരുണ്യമില്ലാതെ അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പഴഞ്ചൊല്ലുകളൊന്ന് പരിശോധിച്ചാൽ മതി. പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കും, പൊട്ടക്കണ്ണൻ്റെ മാവേലേറ്, മുടന്തൻ ന്യായങ്ങൾ, ഇങ്ങനെ പലതും. ഇങ്ങനെ നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സിനിമകളിൽ, നമ്മുടെ സാരോപദേശങ്ങളിൽ റദ്ദു ചെയ്യപ്പെടുന്ന കൂട്ടരാണ് ഈ ഡിസബിലിറ്റി ഉള്ളവർ. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ